നമസ്കാരം. അപ്പൊ കഴിഞ്ഞ 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയ മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയുണ്ട്. അലിൻ ജോസ് പെരേരനെ കാറിലിട്ട് തല്ലി. അപ്പൊ ആ തല്ലിയ 2 ആളുകളാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. ആശിഷേക്ക് സുജോ പെരേരയാണ്. അങ്ങനെയാണോ നിങ്ങളെ പറ്റി പറയുന്നത്? വാർത്ത കൊടുത്തേക്കണ അങ്ങനെയാണല്ലോ, കാറിലിട്ട് തല്ലി. നിങ്ങൾ അറിഞ്ഞ സംഭവം അത് എന്താണ് ശരിക്കും സത്യാവസ്ഥ എന്ന് പറയുന്നത്? നിങ്ങളെ വിളിച്ചു അല്ല, അപ്പൊ അലിൻ ജോസ് പെരേര എന്തിനാണ് നിങ്ങൾ കാറിലിട്ട് തല്ലി കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞാണ് പുള്ളി മീഡിയ പരാതി ഒന്നും കൊടുത്തിട്ടില്ല. മീഡിയകളില് പുള്ളി പറയുന്നത് അങ്ങനെയാണ്. കൈയും കാലൊക്കെ കെട്ടി പുള്ളി എന്താണെന്നത് ഇത് മീഡിയകളിൽ കൊടുത്തു അല്ലെങ്കിൽ ഇത് കൊടുത്തു എന്ന് ആരാ പറഞ്ഞത്? അലിൻ ജോസ് പെരേര. അലിൻ ജോസ് പെരേര എന്ത് പറഞ്ഞു? അലിൻ ജോസ് പെരേരയാണ് പറഞ്ഞത് എന്നെ കാറിലിട്ട് തല്ലി, എന്നെ കൊല്ലാൻ ശ്രമിച്ചു. ഞാൻ എന്താ സിനിമ കാണുന്നതുകൊണ്ട് എനിക്ക് കളരിമുറകൾ അറിയാവുന്നത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടതാണ് നിങ്ങളുടെ അടുത്ത് നിന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത്. സത്യാവസ്ഥ എന്താണ് ശരിക്കും? അന്ന് ഒരു ഹെൽപ്പിന് വേണ്ടി സ്ഥിരമായിട്ട് പോകുന്ന ആളുകളാണ് ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ. അന്ന് ഇദ്ദേഹം ഈ അലിൻ ജോസ് പെരേര ക്യാഷ് എന്തോ മേടിച്ചപ്പോൾ ചേട്ടൻ ഒന്ന് വരാമോ, അവരോട് സംസാരിക്കാമോ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അന്നത്തെ ഒരു ദിവസം പുള്ളിയോടൊപ്പം കാലിക്കറ്റ് പോയി. പോയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്താ പറയാ, പുള്ളിക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞ് പെരേരല്ല ഇവര് വിളിച്ചിട്ട് പറഞ്ഞ് അലിൻ ജോസ് പെരേര ക്യാഷ് മേടിച്ചിട്ടുണ്ട്, 2000 രൂപ അഡ്വാൻസ് മേടിച്ചിട്ടുണ്ട്, അവനിൽ ക്യാഷ് തീർന്നു പോയി. അപ്പോൾ ഷെർവാണി ഇനി ഇടാൻ പറ്റില്ല പ്രോഗ്രാമിന്. അപ്പോൾ അതുമല്ല അങ്ങോട്ട് പോകാനുള്ള വണ്ടിക്കാശൊന്നുമില്ല. പിന്നെ അവരിപ്പോൾ കേസ് കൊടുക്കും, വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തതുകൊണ്ടും പറഞ്ഞ സമയത്ത് ചെന്നില്ല, അങ്ങനെ എന്തോ സംഭവമായിരുന്നു. അപ്പൊ അതിന് ക്യാഷ് കൊടുക്കാത്തതുകൊണ്ടും ഇവരൊന്ന് രക്ഷിക്കണം. അപ്പൊ എന്നെ അവരോടൊന്ന് സംസാരിക്കണമെന്ന്, ഈ പറയുന്ന ആളുകളോട് സംസാരിക്കണം, ഫോൺ എടുക്കാൻ ചെന്നതുകൊണ്ടാണ് സംസാരിക്കണം എന്നുള്ള രീതിയിൽ സംസാരിച്ചുകൊണ്ട് സംഭവം അല്ല അവരോടൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് സത്യം പറയുന്നൊന്നുമില്ല. നമ്മൾ സിനിമ പ്രൊമോഷൻ ഇന്റർവ്യൂ ഇതൊക്കെ ചെയ്ത് പോകുന്ന ആൾക്കാർ, മീഡിയ. അപ്പോൾ നമ്മളിത് പരിചയമുള്ളതുകൊണ്ട് അത്രയും കണ്ട് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഈ കാര്യം സംസാരിക്കാൻ വേണ്ടി പോയതാണ്. അതായത് ആക്ച്വലി ഞാൻ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇയാളുടെ കാര്യങ്ങളാണ്, അത് ഇവരുടെ അടുത്താണ് ചോദിക്കേണ്ടത്. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഇവൻ എന്ന് പറഞ്ഞപ്പോ ഒരുപാട് പരിപാടികളിൽ ബർത്ത്ഡേ വിഷസ് ഉണ്ട്, വെഡിങ് വിഷസ് ഉണ്ട്, കല്യാണ പരിപാടികളുണ്ട്, കോളേജ് പരിപാടികളുണ്ട്. എല്ലാ പരിപാടിയും ഇവന് ആക്ച്വലി ഓർമ്മയില്ല ഇത് എവിടെയാണ് കൂടെ പോകുന്നതാണ്. അപ്പൊ 10-40 പരിപാടി ഇപ്പൊ ഞങ്ങൾ ചെയ്ത്. അപ്പൊ ഇതെന്തോ ഇവൻ അഡ്വാൻസ് വാങ്ങിച്ചു വെച്ചിട്ട് ഇവൻ അറിയാൻ പാടില്ല എവിടെയാ പരിപാടി എങ്ങനെയാന്ന് പറഞ്ഞത്. അപ്പൊ ഞാനത് കോർഡിനേറ്റ് ചെയ്തു. അതായത് എടാ നീ കറക്റ്റ് ആയിട്ട് നോക്കണം, അപ്പൊ നമുക്ക് ഇതിനൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോയാലാണ് കാര്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആക്ച്വലി അവന് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുന്ന ഒരു പ്രകൃതി അല്ല അവന്റെ. എന്നാലും ഒരുപാട് ഫണ്ട് അവനിലേക്ക് വരുന്നതുണ്ട്. അപ്പൊ അത് അവനിലേക്ക് എത്താൻ നല്ലതല്ലേന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ആക്ച്വലി എനിക്കും അതിലേക്ക് ചെറിയ ബെനിഫിറ്റ് ഉണ്ട്, അവനും ആ ബെനിഫിറ്റ് ഉണ്ട്, എല്ലാവർക്കും. അതായത് പല ഇന്റർവ്യൂസിലും ആളുകൾ പറയുന്നതാണ് അത് ഇവൻ ഒരു 10,000 രൂപയുടെ ഒരു പരിപാടി നടത്തി കഴിഞ്ഞാൽ അതിൽ 2,000 രൂപ മാത്രം ഇവന് കിട്ടിയിട്ട് ബാക്കി പൈസ മൊത്തം നിങ്ങളാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു സർക്കിൾ ആളുകളാണ് കൊണ്ടുപോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വിവാദങ്ങൾ ഇതിനൊപ്പം വരുന്നുണ്ട്. അതിന്റെ ഒരു സത്യാവസ്ഥ എന്താണ്? ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് മലപ്പുറം വരെ പോവാ എന്ന് പറയുന്ന സാധനം നിങ്ങൾ ഊബറിൽ ടൈപ്പ് ചെയ്തെങ്കിൽ എത്ര രൂപയാണ് നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാം മലപ്പുറം വരെ പോകാനുള്ളത്. ഇപ്പൊ ഇത് ഒരുപാട് പേര് കുറെ കുട്ടികളൊക്കെ പറയുന്നുണ്ട് അവൻ അത്ര എടുത്തു, അവൻ എത്ര കൊടുക്കുന്നുള്ളൂ, അങ്ങനെയുള്ള സംഭവം. ഇതൊക്കെ ഞാനും അലിനും മാത്രമുള്ള പേഴ്സണൽ ഡീലിങ്സ് ആണ് ആക്ച്വലി സംഭവം എങ്ങനെയാണെന്നുള്ളത്. കാരണം ഇവനിവിടെ പേഴ്സണൽ ഓട്ടങ്ങൾ ഒരുപാട്, ഞാൻ ഇടക്കൊച്ചി പോയി അവനെ വിളിച്ചിട്ട് ഇവിടെ കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതിനുള്ള പേയ്മെന്റ് അവൻ തന്നെ പറയാറുണ്ട്, ഇങ്ങനെയാണ് ചേട്ടാ ഇത്ര രൂപ തരാം എന്ന് പറയാറുണ്ട്. അത് ഞങ്ങൾ പേഴ്സണലുള്ള ടോക്സും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ അവന്റെ അടുത്ത് നിന്ന് അവനെ പറ്റിച്ചിട്ട് ഒരു പൈസയും കൂടുതൽ വാങ്ങിച്ചിട്ടില്ല. എടാ ഇത്ര രൂപയാവും. ഞാൻ അവനോട് പറയാറുള്ളത്, എടാ വണ്ടി പോയെന്ന് എനിക്ക് നഷ്ടമാണ്, നിനക്ക് ഇത്രയും ദൂരം പോയി നിനക്ക് നഷ്ടമാണ്. എനിക്ക് ഞാൻ പരിപാടിക്ക് പോവാറുണ്ട്. ഇതിനു മുമ്പ് 2-3 പരിപാടിക്ക് പോയിട്ടുണ്ടെന്ന് പറയുന്നത്. പക്ഷെ അത് എങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ എനിക്കറിയില്ല. 3-4 പരിപാടി പോയിട്ടുണ്ട്. ഞാൻ വന്നതിന് ശേഷമുള്ളതാണെങ്കിൽ ഞാൻ അവനെ മാക്സിമം അവന് നഷ്ടമില്ലാത്ത രീതിയിൽ ഫണ്ട് അവനിലേക്ക് എത്തിക്കാൻ നോക്കാം. കാരണം നമ്മൾ പോണ വഴിക്ക് ഇവനെ ഒരിക്കലും തട്ടുകടയിൽ കയറി ഫുഡ് കഴിക്കുന്നവരല്ല. ഇവന് ദേപ്പൊട്ട് പോലത്തെ 5 സ്റ്റാർ ലെവൽ ഓഫ് ഇതിൽ അവന് കയറാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ കയറിയാലാണ് അവൻ കംഫർട്ടബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ലെവലിൽ സംഭവത്തിലാണ് കയറാറ്. ഞാൻ അവനോട് പറയാറുണ്ട്, എടാ ഇതിൽ കയറി ഇത്ര ഫണ്ടാവും, ഇത്ര പൊട്ടും, അല്ലെങ്കിൽ ഇങ്ങനെ കയറാ ഇത്ര പൈസ ഉണ്ട്, നമ്മൾ ഇത്ര പേരൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ ഇത്ര പേർക്ക് ഇത്ര ഫണ്ട്. അപ്പൊ ഞാൻ ചില സമയത്ത് ഞാൻ തന്നെ പൈസ എടുക്കാറ്, ചില സമയത്ത് അവനാ പൈസ എടുക്കാറ് ഫുഡിന്റെ കാര്യത്തിൽ. പിന്നെ ലാസ്റ്റ് പിന്നെ നമുക്ക് ഇതിൽ ചെലവാണി അവന്റെ സ്യൂട്ട് സാധനത്തിനൊക്കെ നല്ല അത്യാവശ്യം വാടകയുണ്ട്.
ഒരു 500 തൊട്ട്, അതായത് നമ്മളിപ്പോ 15,000 പരിപാടി എടുക്കണമെങ്കിൽ നമ്മൾ ഏകദേശം ഒരു 1,500 2,000 രൂപ. ഏറ്റവും കുറഞ്ഞ ഇവന്റെ ഒരു പരിപാടി എത്ര രൂപയ്ക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കാറ്? 8,000 രൂപയാണ് എന്റെ ഒരു കൺട്രോൾ. ഞാൻ 8,000 രൂപയുടെ കുറവ് പിടിക്കാറ്. കാരണം അപ്പൊ ഒരു ആവറേജ് ഒക്കെ 40 രൂപയുടെ കേസ് വന്നു. അപ്പൊ ഏകദേശം 4 ലക്ഷം രൂപയോളം നല്ല എമൗണ്ട് കയറിയിട്ടുണ്ട്. പക്ഷെ ആക്ച്വലി അവന്റെ കയ്യിൽ അവൻ എന്താണ് ഈ പൈസ ചെയ്യുന്നത്? അവന് ഇഷ്ടമുള്ള പല കാര്യങ്ങളുണ്ട്. അവന്റെ പേഴ്സണൽ ലൈഫിൽ അതായത് ഞാൻ ഇന്നിപ്പോ ഒരു 5,000 ഒരു 10,000 കൊടുത്തു കഴിഞ്ഞാൽ നാളെ ആകുമ്പോൾ ചേട്ടൻ ഒരു 500 ഉണ്ടാവും എന്ന് വെച്ചിട്ട് അവന് മെസ്സേജ് അയക്കുന്ന ഒരു സംഭവമാണ് അലിൻ ജോസ്. ഞാനോട് ചോദിക്കും നീ എന്താണ് ചെയ്തത്? ഞാൻ അവനോട് പലതവണ പറയുന്നത് നീ ഒന്ന് സൂക്ഷിച്ചു വെക്കുക പൈസ. നമുക്ക് അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത മാസം ഫോം വാങ്ങണമല്ലോ, നിനക്ക് ഇത്ര ഫണ്ട് വരുന്നതാണ്, ഫോം വാങ്ങണം, നിന്റെ വീട് മെയിൻറ്റെയിൻ ചെയ്യണം, വീട്ടിൽ AC വെക്കണം, ഇതൊക്കെ ചെയ്യാനുള്ളതാണ്. നിന്ന് ഫണ്ട് സ്റ്റോർ ഒന്ന് സേവ് ചെയ്ത് വെക്കി. അപ്പൊ നിനക്ക് നിന്റെ ആഗ്രഹം. അവന്റെ ഫോൺ ഭയങ്കര ലാഗാണ്, അവന്റെ ഫോൺ ഭയങ്കര മോശമാണ് ആക്ച്വലി പറയണത്. അവന്റെ ഇത്രയും ഫെമിലിയർ ആണ്, ഇത്രയും ഫണ്ട് വരുന്നുണ്ട്, പക്ഷെ അവന്റെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് ഒന്നും, അവന്റെ പേഴ്സണൽ അക്സസറീസ് ഒന്നും അവൻ ചെയ്യുന്നില്ല. അതായത് അവന്റെ ഫോൺ മാറ്റിയിട്ടില്ല, വീട്ടിലേക്ക് ഉള്ള കാര്യങ്ങൾ എപ്പോഴും ചെയ്തു കൊടുക്കുന്നല്ലാതെ അവന്റെ കാര്യങ്ങൾ മര്യാദക്ക് നോക്കുന്നില്ല. അപ്പൊ ഞാൻ പലതവണ അവന് വാൺ ചെയ്തിട്ടുണ്ട്, നീ ഫണ്ട് കൊണ്ട് അനാവശ്യമായിട്ട് ചെലവാക്കല്ലേ, പല ആൾക്കാർക്കിലേക്കൊക്കെ പോകുന്നുണ്ട്. ഓക്കെ, അവന്റെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അവൻ കൊടുക്കുന്നത് അവന്റെ പേഴ്സണൽ കാര്യങ്ങളാണ്, എന്നാലും നിന്റെ കാര്യം കഴിഞ്ഞിട്ട് വേണം മറ്റാൾക്ക് കൊടുക്കാൻ എന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. നിന്റെ ആവശ്യം കഴിഞ്ഞിട്ട് വേണം നീ മറ്റാൾക്ക് പൈസ കൊടുത്തോ, ഒരു പ്രശ്നമില്ല. ഞാൻ ഒരു ചേട്ടൻ എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുത്താണ്. അവനെങ്ങനെ ഫണ്ടൊക്കെ പോകുന്നത് നിങ്ങൾക്ക് അവന്റെ സോഷ്യൽ മീഡിയ നോക്കി കഴിഞ്ഞാൽ അറിയാം. എങ്ങനെയൊക്കെ അവന്റെ ഫണ്ട് പോകേണ്ടത് നിങ്ങൾക്ക് ഒന്ന് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും.